Guest of the day and my dear colleagues, good afternoon to all of you. We are very much happy to have Advocate Lakshmi Deshanoi with us. Madam is an advocate and notary by profession and adept in yoga and meditation by passion. She is hailing from a family of advocates and is practicing as an advocate in High Court of Kerala for the last 22 years. Madam is specializing in labor and family law and an external member of the Internal Complaints Committee set up under the POSH Act in various companies such as Reliance, Taj, Choice Group, etc. Apart from being a lawyer, she is also a qualified yoga instructor. She is also a trustee, senior faculty and legal advisor of Sri Chaitanya, a charitable trust propagating health care, yoga and meditation. With great respect and gratitude, I welcome you, Madam, to this session. Thank you. നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു സെഷൻ ഉണ്ടായിട്ടുണ്ടോ, അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. You have attended. Okay. Was it class ആയിട്ടാണോ or what was it? Like class only. Class only. And it was by, you remember the person who took the class? It's okay, just leave it. It's okay, it's okay. See, the topic which I am going to deal with today is sexual harassment of women at workplace, prevention, prohibition and redressal. It is an enactment passed in the year 2013. In fact, you see, the women's needs right to equality, and in the workplace, if they do not get a proper environment to perform their work, what will happen is it will in turn affect the social, political, economic and cultural and the civil spheres. So, being the afternoon session, I just want to share with you a small story that is what led to this sexual harassment. In fact, എല്ലാവർക്കും മലയാളം അറിയാലോ അല്ലേ, എവരിബഡി? ഇൻഫാക്ട് നമ്മുടെ രാജസ്ഥാനിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്, ചൈൽഡ് മാരേജ്. അത് വളരെ കോമൺ ആണ് അവിടെ. 1 വയസ്സുള്ള കുട്ടി, മാസങ്ങളുള്ള കുട്ടികളെ വരെ ഇവർ കല്യാണം ഫിക്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അതിനും അവർക്കൊരു ഒക്കേഷൻ ഉണ്ട്, അക്കി തീജ് എന്ന് പറഞ്ഞൊരു ഒക്കേഷൻ ഉണ്ട്. ആ ദിവസം കല്യാണം നടന്നു കഴിഞ്ഞാൽ അതൊരു വളരെ ഒരു ഓസ്പിഷ്യസ് ഒക്കേഷൻ എന്നാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് രാജസ്ഥാൻ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഒരു വർക്കറെ അപ്പോയിന്റ് ചെയ്തു ആസ് പാർട്ട് ഓഫ് ദിസ് വിമൻ ഡെവലപ്മെന്റ് പ്രൊജക്ട്, ജസ്റ്റ് ടു ഇറാഡിക്കേറ്റ് ദിസ് ചൈൽഡ് മാരേജ്. Her name was, if I remember correctly, Bhavari Devi or something like that. So she belonged to a lower caste. അവരെ ഇതിൻ്റെ ഒരു സാത്തിൻ ഉണ്ട്. സാത്തിൻ മീൻസ് ഹിന്ദിയിൽ ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഈ ചൈൽഡ് മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് ഇവരെ ഗവൺമെന്റ് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തു ഗ്രാസ് റൂട്ട് ലെവലിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 1 വയസ്സുള്ള കുട്ടിയുടെ കല്യാണം, ഐ മീൻ 1 month, ഐ തിങ്ക് 1 month ഉള്ള ഒരു കുട്ടിയുടെ മാരേജ് നടക്കാൻ പോകുന്നത് ഈ ഒക്കേഷനിൽ, അക്കി തീജ് എന്ന് പറഞ്ഞ ഒക്കേഷനിൽ. അങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഇവര് അത് ചെന്നിട്ട് മുടക്കി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ചെയ്തു. പക്ഷെ അന്ന് രാത്രി തന്നെ ഇവര് പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ആ കല്യാണം നടത്തി. പക്ഷെ അവര് അപ്പർ കാസ്റ്റ് ആയിരുന്നു കല്യാണം നടത്തുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു. ആൻഡ് ഷി ബിലോങ്സ് ടു ലോവർ കാസ്റ്റ്. അപ്പോൾ ആ ഒരു അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവര് കൃഷിക്കാരാണ്, ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഹസ്ബൻഡിനെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്തു, ഈ അപ്പർ കാസ്റ്റിലെ ആണുങ്ങൾ ചെന്നിട്ട്. അപ്പോൾ ഷീ വെന്റ് ടു ഹെൽപ്പ് ചെയ്യാൻ പോയി, ഹസ്ബൻഡിനെ രക്ഷിക്കാനും റെസിസ്റ്റ് ചെയ്യാനും പോയി കഴിഞ്ഞപ്പോൾ 3 of the upper caste men gang raped her. She was pinned to the ground. 2 of them raped her. Then again the 2 pinned her. The other 3 അങ്ങനെ gang rape നടന്നു. And she in turn complained into the panchayat. പക്ഷെ പഞ്ചായത്ത് എല്ലാം അവിടെയൊക്കെ ആ ഒരു അപ്പർ കാസ്റ്റിന്റെ ആ ഒരു റൂളേ അവിടെ നടക്കുള്ളൂ. അതൊന്നും ചെവി കൊണ്ടില്ല, പോലീസ് ഇന്റർഫിയർ ചെയ്തില്ല. അവസാനം ഇത് പല വിമൻ ഓർഗനൈസേഷൻ ഇത് റേക്കപ്പ് ചെയ്ത്, വിശാഖ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർ ഇത് റേക്കപ്പ് ചെയ്തിട്ട് സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്തു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട് കൊടുത്തു. അങ്ങനെ ആ കേസിൽ നിന്ന് ഉണ്ടായ
ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ സെക്ഷൽ ഹാരസ്മെന്റിനുള്ള ബേസ്. ഇറ്റ് ഇസ് കോൾഡ് വിശാഖ ഗൈഡ് ലൈൻസ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ബേസ്. ഇറ്റ് വാസ് ഇൻ 97. അതിനുശേഷമാണ് 97-ന് ശേഷമാണ് 2013-ലാണ് പാർലമെന്റ് എനാക്ട്മെന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എനാക്ട്മെന്റിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് ഈ സെക്ഷൽ ഹാരസ്മെന്റ് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യാന്നുള്ളത്. ബിക്കോസ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സെക്ഷൽ ഹാരസ്മെന്റ് എന്ന് പറയുമ്പോൾ തൊടുക, പിച്ചുക, നമ്മളെ ഇങ്ങനെ എന്താ പറയാ കോർണർ ചെയ്തിട്ട് നമ്മളെ ഹഗ് ചെയ്യാൻ നോക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സെക്ഷൽ ഹാരസ്മെന്റ് എന്നുള്ളത് ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡർ ഒരു ആംഗിൾ ഉണ്ട്. അതൊക്കെ ഈ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എനാക്ട്മെന്റ് കൊണ്ട് ഒന്ന് അത് ഈ സെക്ഷൽ ഹാരസ്മെന്റ് എന്താന്നുള്ളത് അതിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ അനദർ ആസ്പെക്ട് ഈസ് ഈ എനാക്ട്മെന്റ് വരുന്നതിന് മുമ്പ് ഒരു സെക്ഷൽ ഹാരസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസിന് ഒരു ആകെ റെമഡി ഉണ്ടായിരുന്നത് നമ്മൾ പോലീസിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എൻ ഇൻഡിവിജ്വൽ ഫൈറ്റ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ എനിക്ക് സംഭവിച്ചെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു അതിപ്പോ ഓഫീസിലായാലും കൊള്ളാം, ബസ്സിലായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം. പക്ഷെ ഈ ഒരു എനാക്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ the accountability has been shifted from individual to the institution. ഇതിപ്പോ ഒരാൾക്ക് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരെ ടേക്കപ്പ് ചെയ്യണം? ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കംപ്ലൈന്റ് ചെയ്യും ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ഓൺ യുവർ ബിഹാഫ് ആൻഡ് വിൽ ക്വസ്റ്റ്യൻ ദി ഹു ഡിഡ് ഇറ്റ് എന്നുള്ളത് ആ ഒരു പ്രോസസ്സിലേക്ക് ഇത് വന്നു. അപ്പൊ നമ്മൾ സ്വയം പെണ്ണുങ്ങൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാന്നുള്ളതിന് കുറച്ചൊരു വ്യത്യാസം വന്നു. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എഫക്ട് ചെയ്യുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് ഈ ആക്ട് വന്നുകൊണ്ട് വ്യത്യാസം വന്നു. പിന്നെയുള്ളത് പ്രിവെൻഷന് പ്രയോറിറ്റൈസ് കൊടുത്തു. എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ എനാക്ട്മെന്റിൽ പറയുന്നുണ്ട്. ദെൻ അനദർ ഇസ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അഡ്രസ് ചെയ്യണം, എങ്ങനെ ഇത് റിഡ്രസ് ചെയ്യണം, എങ്ങനെ ഇത് സോൾവ് ചെയ്യണം, എങ്ങനെ ഇത് ഡീൽ ചെയ്യണം, അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് പ്രൊസീജിയർ, എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ എനാക്ട്മെന്റ് പറയുന്നു. നേരത്തെ നമുക്കുള്ള റെമഡി ആകെ പോലീസായിരുന്നു, ക്രിമിനൽ പ്രൊസീഡിങ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ ഡെഫിനിഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. യൂഷ്വൽ ഡെഫിനിഷൻസ് എല്ലാവർക്കും അറിയാം. അതിലേക്ക് ഞാൻ അധികം ഇത് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ള ആ ഒരു ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് ഫിസിക്കൽ കോണ്ടാക്ട്, പിന്നെ അഡ്വാൻസസ്, പിന്നെ എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, ദെൻ മേക്കിംഗ് സെക്ഷലി കളർ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ ഷോയിങ് പോണോഗ്രഫി, MMS, SMS, അതെല്ലാം. പിന്നെ എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ ഓർ നോൺ വെർബൽ കണ്ടക്ട് ഓഫ് എ സെക്ഷൽ നേച്ചർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് അതിനകത്ത് പെടും എന്നുള്ളത് വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. One is the serious or repeated offensive remarks such as teasing related to a person's body or appearance. ഇത് നിങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അതായത് ഒരാൾക്ക് കുറച്ച് വണ്ണമുണ്ട്, ഞാൻ എക്സാമ്പിൾസ് ഇട്ട് പറയാം, വണ്ണം കൂടുതലാണ്. അപ്പോൾ അയാളുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെ എന്നും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻ അൺവെൽക്കം ഫീലിംഗ് ഇൻ ഹർ. അവരെ സംബന്ധിച്ചത് അവർക്കത് സുഖകരമായ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഇതിൽ ഈ സെക്ഷൽ ഹാരസ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇമ്പാക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇന്റന്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്, ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിനവിടെ റെലവൻസ് ഇല്ല. ഇതിലെപ്പോഴും റെലവൻസ് ഉള്ളത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാളോട് പറഞ്ഞെങ്കിൽ, എ എന്നുള്ളൊരു വ്യക്തിയോട്, എ ഒരു ലേഡിയോട് പറഞ്ഞെങ്കിൽ ആ എയുടെ ഇമ്പാക്റ്റ്, എക്ക് അത് എങ്ങനെ ബാധിച്ചു
എന്നുള്ളതാണ് അവിടെ റെലവൻസ്. അല്ലാതെ പുള്ളി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, എൻ്റെ മക്കളോട് പറയാറുണ്ട്, അതുപോലെ ഞാൻ ഇവിടെ പറഞ്ഞെന്നുള്ളതിനൊരു റെലവൻസ് ഇല്ല. മനസ്സിലായി? മറ്റു കേസുകളിൽ അങ്ങനെയല്ല, നമ്മുടെ ഇന്റൻഷൻ അതായിരുന്നില്ല എന്ന് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റും. പക്ഷേ ഈ സെക്ഷൽ ഹാരസ്മെന്റിൽ ഇന്റന്റ് ഹാസ് നോ റോൾ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇമ്പാക്ട്, ദാറ്റ് ഇസ് സബ്ജക്റ്റീവ് ഇമ്പാക്ട്, ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ്, സജഷൻസ് ഓർ റിമാർക്സ് അബൌട്ട് എ പേഴ്സൺസ് സെക്സ് ലൈഫ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ വന്നു, ഒരു തവണ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട് വേണമെന്നല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഹണിമൂൺ എങ്ങനെയായിരുന്നു അത് തന്നെ ഇങ്ങനെ പെസ്റ്റർ ചെയ്ത് ചോദിക്കുക, അതൊക്കെ ഈ സെക്ഷൽ ഹാരസ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരും, ഡെഫിനിഷനിൽ വരും. പിന്നെ unwelcome social imitations, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. With sexual overtones commonly understood as flirting. Then unwelcome sexual advances which may or may not be accompanied by promises or threats, explicit or implicit. പിന്നെ കുറേയൊക്കെ എവിഡൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ മാരേജ് കഴിഞ്ഞ് വന്നു ഒരു പെൺകുട്ടി അതിനോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ബോഡി അപ്പിയറൻസിനെ കുറിച്ച് പറയുക, ഇതൊക്കെ എവിഡൻ്റ് ആണ്. വേറെ കുറെ അണ്ടർലൈങ് ആയിട്ടുള്ളത് ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്രിട്ടിസൈസിങ്, ഇൻസൾട്ടിങ്, ബ്ലെയിമിങ്, റിപ്രമെൻഡിങ് ഓർ കണ്ടംനിങ് ആൻ എംപ്ലോയി ഇൻ പബ്ലിക്. അതായത് ഒരു പർട്ടിക്കുലർ ലേഡി എംപ്ലോയിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാവും. പ്രോബബ്ലി ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഹാവ് എന്തെങ്കിലും ഒരു സെക്ഷലി അഡ്വാൻസ് ചെയ്ത് എന്തെങ്കിലും കമന്റ്സ് പറഞ്ഞ് നോക്കിയിട്ടുണ്ടാവും. ആൻഡ് ഹി മസ്റ്റ് നോട്ട് ഹാവ് റിസീവ്ഡ് എ പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം ദം. അപ്പോൾ അത് പിന്നെ ഒരു റിവെഞ്ച് പോലെ എടുത്തിട്ട് അവരെ എപ്പോഴും മീറ്റിങ്ങിലും അവിടെ ഇവിടെ എപ്പോഴും അവരെ അവിടെ എപ്പോഴും പിൻ പോയിന്റ് ചെയ്ത് അവരെ എന്തെങ്കിലും ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, ക്രിട്ടിസൈസ് ചെയ്യുക. സെക്ഷലി ആയിരിക്കില്ല, പക്ഷെ ഉള്ളിൽ ഉദ്ദേശം ഇത് കിടക്കുന്നുണ്ട്. മനസ്സിലായി? ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവർ വന്നില്ല എന്ന് കാണുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെസ്റ്റർ ചെയ്യുക, ഇങ്ങനെ ജോലിനെ കുറിച്ച് പറഞ്ഞു ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ഈ സെക്ഷൽ ഹാരസ്മെന്റിലേക്ക് ഡെഫിനിഷനിൽ വരും. പിന്നെ അൺജസ്റ്റിഫയബിളി മോണിറ്ററിങ് എവറിത്തിങ് ദാറ്റ് ഇസ് ഡൺ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ താല്പര്യമുണ്ട്, അവരെ വേണ്ട പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്നത് അത് ശരിയാണോ അല്ല, ശരിയല്ലെങ്കിൽ അതിൽ ഇതൊരു അഭിപ്രായം പറയാം. അതായത് അവരെ എപ്പോഴും ഒരു കോർണർ ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ള ഇതൊക്കെ ഇതിനകത്ത് ഇടും. പിന്നെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ സിസ്റ്റമാറ്റിക്കലി ഇന്റർഫിയറിംഗ് വിത്ത് നോർമൽ വർക്കിംഗ് കണ്ടീഷൻസ്, humiliating a person in front of police, engaging them in smear campaigns. പിന്നെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാനുണ്ടാവും കമ്പനിയിൽ നിന്ന്, അത് കൊടുക്കേണ്ട, അത് ഡിസ്പേഴ്സ് ചെയ്യേണ്ട ആളായിരിക്കും ഈ ഹാരസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ചിലപ്പോൾ അത് വിത്ത് ഹോൾഡ് ചെയ്യുക. അതൊക്കെ ഈ ഇതിനകത്ത് സെക്ഷൽ ഹാരസ്മെന്റിന്റെ പരിധിയിൽ വരും. പിന്നെ പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോളോയിങ് അപ്പ് ഓൺ വർക്ക് ആബ്സെൻസസ്. അതായത് ഇപ്പോൾ ചില ലേഡീസ് കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കും, അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും സീനിയർ. പിന്നെ റിക്വയറിംഗ് പെർഫോമൻസ് ടു ജോബ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ ദ നോർമൽ എക്സസൈസ് ഓഫ് മാനേജ്മെന്റ് റൈറ്റ്സ്, വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എക്സെട്ര. Then meeting deadlines, conditions of works, constructive feedback about the work mistake and not the person. ഇങ്ങനെയുള്ള, അതായത് നിങ്ങളുടെ നോർമൽ വർക്ക് റുട്ടീൻ ചാപ്റ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഇതുണ്ടല്ലോ, അതിലൊക്കെ കുഴപ്പമില്ല. അതൊക്കെ അവരുടെ യൂഷ്വൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ മേലുണ്ടാകുന്ന മേൽനോട്ടത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു എക്സസൈസ് ആയിരിക്കും. പിന്നെ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്നുള്ളൊരു ലേഡി വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വന്നു, ഒരു പ്രൊജക്റ്റ് തീർക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പല പ്രൊജക്റ്റ്, ഇപ്പോൾ യു ആർ ഇൻ ഡിസൈൻ്റെ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഇരിക്കേണ്ടി വന്നു. അപ്പോൾ കൂടെ ഒരു കൊലീഗാണ്, രണ്ടുപേരും കൂടിയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഇരുന്നു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഈ ഓഫർ ടു ബൈ ഡിന്നർ ഫോർ എക്ക്. അപ്പോൾ രണ്ടുപേരും ഡിന്നർ കഴിക്കാൻ പോയി. കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വന്നു. വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ആസ്ക്ഡ് വെദർ ഹി ക്യാൻ സ്പെൻഡ് ദാറ്റ് നൈറ്റ് വിത്ത് ഹർ. അപ്പോൾ അവർ റിജക്ട് ചെയ്തു, വളരെ പൊളൈറ്റായിട്ട് റിജക്ട് ചെയ്തു, ബട്ട് ഫേർംലി, ആൻഡ് ഷീ വെന്റ് ടു ഹോം. എഗെയിൻ ഹി റിക്വസ്റ്റഡ്. അപ്പോഴും ഇവരുടെ ആൻസർ നോ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ പറയാണ്
റിജക്റ്റ് ചെയ്തല്ലോ എൻ്റെ ഇത്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നിനക്കെതിരെ ദിസ് ഫോർ ദാറ്റ് ക്വിഡ് പ്രോക്കോ എന്നാണ് പറയുന്ന പ്രിൻസിപ്പിൾ. ദിസ് ഫോർ ദാറ്റ് നീ നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ചെയ്യും, നീ എനിക്ക് തന്നില്ലല്ലോ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പറയാറില്ലേ, അതേപോലത്തെ പരിപാടി പറയും. നീ ഞാൻ പറഞ്ഞത് ചെയ്തില്ലല്ലോ, പിന്നെ അയാൾക്ക് പേടിയുണ്ട് ഇവരിത് പറയുമെന്നുള്ളത്. അപ്പൊ അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾ പറയും, ഞാൻ നിന്നെ കുറിച്ച് നീ എന്നോട് ഇങ്ങനെ ഡിന്നറിന് വന്നിരുന്നു, നീ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പാസ് ചെയ്തു, ഇങ്ങനെ ഇന്നത്തേക്ക് ഇത് ചെയ്യാമെന്നുള്ളത് എന്നുള്ള റൂമർ ഞാൻ സ്പ്രെഡ് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുമൊക്കെ ഈ സെക്ഷൽ ഹാരസ്മെന്റ്. പിന്നെ ഉള്ളത് ഇപ്പോ ചിലയിടത്ത് ഈ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ, ഞാനത് ഒരു എക്സാമ്പിൾ എന്ന് ഇതിൽ പറയുന്നു എന്നുള്ളൂ. ഇപ്പൊ കൺസ്ട്രക്ഷൻ സൈറ്റിലാണെങ്കിൽ അവർക്കൊന്നും ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ലേഡീസിന്. അപ്പോൾ അവർ നല്ല മരത്തണലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയിൽ പോയിട്ട് ഇരുന്നിട്ടായിരിക്കും കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്നുള്ളൊരു ലേഡി ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരാണ് എപ്പോഴും അവരാ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പരിസരത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുക, ചുറ്റുപറ്റിയിരിക്കുക. അപ്പോൾ ഇവര് കുറെ തവണ പറയുന്നുണ്ട് ഇങ്ങനെ വന്നിരിക്കല്ലേ, ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അയാളോട് പലതവണ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇയാൾ ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ചുറ്റിപ്പറ്റി വേറെ ഒന്നുമില്ല, തുടരില്ല, ഒന്നുമില്ല, പരിസരത്ത് വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി കൂടെ ജോലി ചെയ്യുന്നവർ കാണുന്നുണ്ട്. ഓക്കെ, ആ കാണുന്നവർ എന്താ ചെയ്യുന്നത്? ഇത് വെച്ചിട്ട് ഇങ്ങനെ ചൂടടിക്കാൻ ആദ്യം ചെന്നിട്ടുണ്ട് കേട്ടോ, രണ്ടുപേരും തമ്മിൽ എന്തോ ഉണ്ട്, ആക്ച്വലി അവിടെ ഒന്നുമില്ല. നമ്മൾ കാണാറില്ല കോളേജിൽ, നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉണ്ടാവും ഇത്, എന്തോ ഉണ്ട്. കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? ഇവർ രണ്ടുപേരും തമ്മിൽ പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് എന്തോ അറേഞ്ച്മെന്റിൽ നടക്കണ പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരിങ്ങനെ ഓരോ റിമാർക്സ് പറയുമ്പോൾ that in turn creates a hostile working environment for the എന്നുള്ള ലേഡിക്ക്. അവർക്ക് പിന്നെ ജോലിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഓ ഇനിയിപ്പോൾ കുട്ടി പാല് ചോദിക്കുകയാണ് വരും, എല്ലാ ദിവസവും ആൾക്കാരും പ്രഷർ വരികയാണ്. പ്രഷർ വരുമ്പോൾ എന്താ പറ്റണേ? അവരുടെ ജോലിയെ ബാധിക്കുകയാണ്. അത് പ്രൊഫഷണലി അവരെ ബാധിക്കും, പേഴ്സണൽ ലൈഫിലും അവരെ ബാധിക്കും. അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഒരുപാട് അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഇറ്റ് ഓൾസോ ഫോൾസ് ഇൻ ദി within the ambit of sexual harassment. പിന്നെ നല്ല എക്സാമ്പിൾസ്, പിന്നെ ഈ മാട്രിക്സ് ഓഫ് പവർ കൊണ്ടുവരും. അതായത് അതും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടുജോലിക്ക് വരുന്ന ലേഡീസിന് അവർ വരുമ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഗ്രഹനാഥ ചിലപ്പോൾ നേരത്തെ ജോലിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവര് വീട്ടുജോലി ചെയ്യുമ്പോൾ അവിടെ ഉള്ളത് വീട്ടിലെ ആണായിരിക്കും. അപ്പോൾ അയാൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കും, അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അയാൾ പറയും, നിങ്ങൾ ഇത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിങ്ങനെ മോഷ്ടിച്ചു അങ്ങനെ ഇങ്ങനെ അലിഗേഷൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പുറത്താക്കും എന്ന് പറയും. അപ്പോൾ അത് അയാൾക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് ആ പവർ ഉള്ളതുകൊണ്ട്, മാട്രിക്സ് ഓഫ് പവർ. അയാളാണ് ശമ്പളം കൊടുക്കുന്നത്, അയാളുടെ ഒരു ദയാദാക്ഷ്യത്തിലാണ് ആ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ജോലി സ്ഥലത്ത് പറ്റും, നിങ്ങളുടെ ബോസുമാരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഫേവേഴ്സ് ചോദിക്കും. അപ്പോൾ അതുമൊക്കെ ഇതിനകത്ത് വരും. അതുകൊണ്ടാണ് നമ്മുടെ ഈ തൊടുക വാക്കുകൾ കൊണ്ട് മാത്രമുള്ളതല്ല, ഇങ്ങനെ ഇൻഡയറക്റ്റ്ലി അവർ ഫേവേഴ്സ് ചോദിക്കും, സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും. നിങ്ങൾ തരാതിരിക്കുമ്പോൾ നിങ്ങൾ പ്രൊമോഷൻ പിടിച്ചു വയ്ക്കുക, നിങ്ങളുടെ ഇൻക്രിമെന്റ്സ് പിടിച്ചു വയ്ക്കുക, അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാറുണ്ടെങ്കിൽ നിങ്ങളുടെ ലീവിന്റെ കാര്യത്തിൽ ഇടപെടുക, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ സെക്ഷൽ ഹാരസ്മെന്റ്. അത് വന്നിട്ടില്ല, ഗുഡ് ക്വസ്റ്റ്യൻ. അത് വന്നിട്ടില്ല നമ്മുടെ ഈ എനാക്ട്മെന്റിൽ. ഓൺലി മെയിൽ മാത്രം. കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ വരും. ചില കമ്പനീസ് അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റിമെമ്പർ ദ നെയിം, 2-3 കമ്പനികൾ അങ്ങനെ തുടങ്ങി, കുറച്ചുകൂടെ ഭയങ്കര ഹൈ ഇതായിട്ടുള്ള എമൻസികൾ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ എന്താ പറയുക, ഗേസ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ ഇഷ്യൂസും വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ആക്ടിൽ ആ ഒരു ചേഞ്ച് വരും, വരേണ്ട സമയമായത്. menstruation time അങ്ങനത്തെ ആ ഒരു ടൈമിൽ ലേഡീസ് ഇസ് ഹാവിങ് സോ മച്ച് ഓഫ് പ്രഷർ ഉണ്ട്, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇല്ല, അതെനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള. ഇപ്പം ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഒരു ഡിഫറെന്റ് പലർക്കും പല പല ഇമോഷൻസ് ആയിരിക്കും. അപ്പൊ ആ ടൈമിൽ ഇപ്പം ഒരു ഈവൻ ഒരു
boss എന്തെങ്കിലും പറയുമ്പോൾ it may not be in that line, but even then it affects the lady. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് അതിന് അഗൈൻസ്റ്റ് പോകാൻ പറ്റുമോ എന്നുള്ളത്. If it is sexually based ആണെങ്കിൽ definitely you can go. അതിന് menstruationന്റെ ഇത് വേണ്ട. You don't need the umbrella of menstruation. Yeah, but after 1 week നമ്മൾ വിചാരിക്കും ഓക്കെ അത് അന്നത്തെ ആ ഇമോഷൻസിൽ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. But in a normal, in another race, I may not be taking that in our emotions ചിലപ്പോൾ എടുക്കില്ല. I may leave it. പക്ഷേ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഇല്ലാത്ത പറഞ്ഞു വെച്ചിട്ട് I couldn't take that. അപ്പൊ അങ്ങനത്തെ ഒരു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് തോന്നിയതായിരിക്കില്ല ഈ കുട്ടിക്ക് തോന്നുന്നതായിരിക്കില്ല ഈ കുട്ടിക്ക്. ദാറ്റ് ഇസ് വൈ ഇതിൽ പ്രത്യേകം പറഞ്ഞത് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആണ്. ഓരോ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഫീലിങ്ങും അവർക്ക് ആ കിട്ടുന്ന. ദാറ്റ് ഇസ് വൈ ഐ ഹൈലൈറ്റഡ് ഇറ്റ് ഇൻ ദ ബിഗിനിങ്. പറയുന്ന ആളുടെ ഇന്റന്റിന് യാതൊരു റെലവൻസും ഇല്ല. നിങ്ങൾക്കത് അങ്ങനെയായിട്ട് തോന്നിയെങ്കിൽ അതാണ് അവിടെ ഫൈനലായിട്ടുള്ളത്. പ്രൂഫിലേക്ക് ഞാൻ വരുന്നത് ഇപ്പോഴേ എനിക്കറിയാം എല്ലാവരുടെ മനസ്സിൽ പ്രൂഫ്. ഞാൻ ഒരു ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലാണ് പോകുന്നത്. പ്രൂഫിന്റെ ആസ്പെക്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ഹാരസ്മെന്റിന്റെ ഡെഫിനേഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈ കംപ്ലൈന്റ് കൊടുക്കുന്ന ലേഡീനെ പറയുന്നതാണ് അഗ്രീഡ് വുമൺ. ഓക്കെ, അതിനു മുമ്പ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, ICC എന്ന് പറയും, ഈ ആക്ടിനെ ബേസ് ചെയ്തിട്ട്. അതിൽ ചെയർപേഴ്സൺ ആയിട്ട് സീനിയർ ഒരു ലേഡി ഉണ്ടാവും, ദെൻ അനദർ 2 members ആൻഡ് 1 member വിൽ ബി എക്സ്റ്റേണൽ മെമ്പർ. ഇങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ ഓഫീസിലും ഉണ്ടാവും. ഇത് കൂടാതെ ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റിൽ, ഡിസ്ട്രിക്റ്റിൽ ഒരു ലോക്കൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ട്. ബിക്കോസ് ചില സ്ഥാപനങ്ങൾ അൺഓർഗനൈസ്ഡ് ആയിരിക്കും. അതായത് ചെറിയ കടകൾ അല്ലെങ്കിൽ 10ൽ കുറഞ്ഞ ആൾക്കാർ ജോലി ചെയ്യുന്ന കടകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇങ്ങനെ കമ്മിറ്റി ഫോം ചെയ്യാനുള്ള സ്ട്രെങ്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ അഡോപ്റ്റ് ചെയ്യും. അതുകൂടാതെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് അവേ ബോസ് ആയിരിക്കും റെസ്പോണ്ടന്റ്, നിങ്ങൾ അലിഗേഷൻ ഇടുന്ന ആൾ. അപ്പോൾ അങ്ങനെക്കെതിരെ ഈ കമ്പനിക്കകത്ത് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒക്കേഷനിൽ യു ക്യാൻ അപ്രോച്ച് ദി ലോക്കൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. അത് ഗവൺമെന്റ് ഫോം ചെയ്തേക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താലും പോലീസിന്റെ ഒരു ഇന്റർവെൻഷൻ ഏത് ടൈമിലായിരിക്കും വരുന്നത്? പോലീസിന്റെ ഇന്റർവെൻഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പും ചെയ്യും. ഡയറക്റ്റ് ബോസിനെ പറ്റിയാണ് നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പം ഈവൻ ബോസ് ഇസ് ഹാവിംഗ് എ ഗുഡ് ഒരു നല്ല രീതിയിൽ കമ്പനിയുടെ എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പോലീസിന് ഡയറക്റ്റ് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട്, എല്ലാ കമ്പനീസിനും കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവുമല്ലോ, ഒരു പ്രോപ്പർ ചാനൽസ് ആയിരിക്കാം, എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിലും ഫോൺ ആവും. അപ്പൊ നമ്മളപ്പോ അത് ഡയറക്റ്റ്ലി പോലീസിന് കൊടുക്കുമ്പോൾ അതൊരു കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല, because this enactment grants you that right. Even the committee should help with. ഇപ്പൊ നിങ്ങൾ പറയാണ് ഇൻസിസ്റ്റ്, ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം എനിക്ക് പോലീസിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കമ്മിറ്റി ഈസ് ബൗണ്ട് ടു ഹെൽപ്പ് യു ടു ഗോ ടു ദ പോലീസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് പോയി അല്ല, അതിന് ബെസ്റ്റ് നിങ്ങൾക്ക് ലോക്കൽ കംപ്ലൈന്റ്സ്, അതിനല്ലേ പറഞ്ഞത്, ലോക്കൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ കൊടുക്കുക. റിക്വസ്റ്റ് them to go to the police. They will help you to go to the police. You can go to the state commission, women, national commission for women. So ഞങ്ങൾ നമ്മളിപ്പോ എവിടെ പോയാലും കമ്പനീസിന്റെ റൂളിനെ ഓവർറൂൾ ചെയ്യും this act and rules. Yes.
യെസ്, നിങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഇതിൽ ഇന്റർഫിയർ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ് ഈ ആക്ട് വഴി. സോ നെക്സ്റ്റ് ഇസ് ഈ അഗ്രീഡ് വിമൻ എന്നാണ് പറയുന്നത്, പരാതിക്കാരി കൊടുക്കുന്ന കംപ്ലൈന്റ് കൊടുക്കുന്നത്. അവര് ആരൊക്കെ ആകാം എന്നുള്ളത്. വൺ ഈസ് വർക്കിംഗ്, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഇതിനകത്ത് പെടും. പിന്നെ ഉള്ളത് വിസിറ്റിംഗ് എ വർക്ക് പ്ലേസ്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ വിസിറ്റ് ചെയ്തു, ഞാനിപ്പോൾ കയറി വരുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ എന്നോട് എന്തെങ്കിലും സെക്ഷനിൽ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് എ കംപ്ലൈൻറ്റ്. പിന്നെ സ്റ്റുഡൻറ്റ്, ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ ഇന്റേൺഷിപ്പ് അങ്ങനെയൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇതിനൊക്കെ ആയിട്ട് വരില്ലേ, അവരും അഗ്രീഡ് വിമനായിട്ട് വരും. ഇനി വർക്കിങ്ങിൽ തന്നെ റെഗുലർ പല പല ക്ലാസിഫിക്കേഷൻസ് ഇല്ലേ, ഇപ്പോൾ അഡ്ഹോക്, ടെമ്പററി, പിന്നെ ചിലർ വോളണ്ടറി സർവീസ് ചെയ്യുന്നവരുണ്ടാവും, റെമ്യൂണറേഷൻ മേടിക്കാതെ ചെയ്യുന്നവരുണ്ടാവും, പിന്നെ പ്രൊബേഷൻ ചെയ്യുന്നവരുണ്ടാവും, ട്രെയിനീസ് ഉണ്ടാവും. എന്തൊക്കെ പേര് കൊടുത്താലും ആ പെണ്ണുങ്ങളൊക്കെ ഇതിനകത്ത് വരും. അല്ലാതെ ആ ഒരു അയ്യോ അവർ ഈ ഇതിനകത്ത് വരില്ല, അവരുടെ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വൈഡ് കവറേജ് ആണ് ലേഡീസ് വർക്കിംഗ് വുമൻ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഈ ഏജന്റ് വഴി അപ്പോയിന്റ് ചെയ്യുന്നു, ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്, അവർക്കും അവരെല്ലാവരും ഇതിനകത്ത് വരും. ഈവൻ ഇവിടെ ഒരു ലേഡി വിസിറ്റ് ചെയ്യാൻ വന്നു, അവരോട് ഒരാൾ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും പെടും. ഷീ ക്യാൻ ഫൈൻഡ് ഔട്ട് ഇവിടെ ഏതാണ് കമ്മിറ്റി എന്ന് അറിഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ അഗ്രി വിമൻ എന്നുള്ള ആർക്കൊക്കെ കംപ്ലൈന്റ് കൊടുക്കാന്നുള്ള ആസ്പെക്ട് നമുക്ക് മനസ്സിലായത്. ഇറ്റ്സ് വെരി വൈഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലവും. ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണോ അതോ മാഡം ബിലോങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണോ? ഞാൻ എവിടെയാണോ പോയത്, ഞാൻ ഇപ്പോൾ എൻ്റെ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഇവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇവിടുത്തെ ഓഡിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് അവിടെ കൊടുത്തിട്ട് ഒരു ഡിസ്കഷൻ പോകാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇവിടെ പരാതി കൊടുക്കാം. ബിക്കോസ് ഇവിടുത്തെ വർക്കിനെ റിലേറ്റ് ചെയ്തിട്ടല്ലേ ഞാൻ പോയിരിക്കുന്നത്. അവിടെയും കൊടുക്കാം എനിക്ക്, ബിക്കോസ് അവിടെ ഞാൻ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഓപ്ഷനും എനിക്ക് ഉണ്ട്. മനസ്സിലായത്? പിന്നെ നമ്മൾ ഈ പോകുന്ന വാഹനങ്ങൾ, നമ്മളെ ചിലപ്പോൾ കൊണ്ടുവരാക്കാൻ കൊണ്ടുവരാനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അത് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ചിലപ്പോൾ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാൻ പോകും ഒഫീഷ്യലായിട്ട്, അത് നമ്മുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അവിടെ ബുദ്ധിമുട്ടുണ്ടായാൽ അതും ഒക്കെ സെക്ഷൽ ഹാരസ്മെന്റ് ഈ ഇതിനകത്ത് വർക്ക് പ്ലേസിൻ്റെ ഇതിനകത്ത് വരും. ഇനി നെക്സ്റ്റ് ആസ്പെക്ട് ഹൂ ക്യാൻ കംപ്ലൈൻ ആൻഡ് വെയർ, ദാറ്റ് ഇസ് റിട്രസൽ ആസ്പെക്റ്റിലേക്ക് വരിക. ആർക്ക് പരാതി കൊടുക്കാം, എവിടെ പരാതി കൊടുക്കാം. അത് പ്രൈമറി നിങ്ങൾക്കറിയാം, ആരാണോ അനുഭവിച്ചത്. ഇപ്പം ഞാനാണ് സെക്ഷലി ഹാരസ്ഡ് ആയിരുന്ന ആളെങ്കിൽ എനിക്ക് കൊടുക്കാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഫിസിക്കലി നമ്മൾ ഇൻകപ്പാസിറ്റി ഉണ്ടാവും, പല കാരണങ്ങളും കൊണ്ടാവും. മേ ബി ബിക്കോസ് ഓഫ് ദ ഇൻസിഡന്റ്, ഓർ ഈ ഒരു ഇൻസിഡന്റ് ആയതിനു ശേഷം എനിക്ക് വേറെ വല്ല ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് വന്ന് പരാതി കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഓർ ബിക്കോസ് ഓഫ് ദ ഇൻസിഡന്റ് ഐ മേ ഹാവ് ബിക്കം മെന്റലി ഇൻകപ്പാസിറ്റേറ്റഡ്, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി കാണും, അത്രയ്ക്ക് സീരിയസ് ആയി കാണും എന്നിലുണ്ടായിരുന്ന അസോൾട്ട്. ഓർ മരിച്ചു പോയി കാണും. ഈ കാരണം കൊണ്ടായിരിക്കില്ല, ഈ സംഭവം ഉണ്ടായി കാണും, ഞാൻ ബസ് കയറി പോകുമ്പോൾ എന്തെങ്കിലും അങ്ങനെയായി മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും എല്ലാം ഈ അനാക്ട്മെന്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇൻ കേസ് ഓഫ് ഫിസിക്കൽ ഇൻകപ്പാസിറ്റി ആണെങ്കിൽ കംപ്ലൈനൻസ് റിലേറ്റീവ് they can file a complaint. Complainant's friend can file a complaint. Then co-worker, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ചെയ്യാം. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വിമനിലെ ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമനിൽ അവർക്ക് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ എനി പേഴ്സൺ ഹു ഹാസ് നോളജ് ഓഫ് ദി ഇൻസിഡന്റ് വിത്ത് റിട്ടേൺ കൺസെന്റ് ഓഫ് ദി കംപ്ലൈന്റ്. വേറെ ഈ പറഞ്ഞ ആൾക്കാർ കൂടാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഈ പരാതിക്കാരിയുടെ ഒരു കൺസെന്റ് ഉണ്ടായിരിക്കും. ഞാൻ ഇന്നാളെ ഈ എൻ്റെ പരാതി കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു കൺസെന്റ് ഉണ്ടാവും. ഇത് ഫിസിക്കലി ഇൻകപ്പാസിറ്റി. ഇനി മെന്റൽ ഇൻകപ്പാസിറ്റി ആണെങ്കിൽ
same, somewhat same, but some difference is there. Complainant's relative, friend, then special educator. ഇവരെ ചിലപ്പോൾ എന്തെങ്കിലും മെന്റലി ഡിപ്രസ്ഡ് ആകുമ്പോൾ അവരെ ചിലപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യണതോ, അല്ലെങ്കിൽ ഇവരെ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, then guardian under whose care the complainant is receiving treatment. അതിലും any person with knowledge of the incident jointly with any person mentioned above. മെന്റലി ഇൻകപ്പാസിറ്റഡ് ആയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാം, പക്ഷേ ഈ മേലിൽ പറഞ്ഞ ആരുടെയെങ്കിലും സഹകരണത്തോടു കൂടി ആയിരിക്കും. റിലേറ്റീവോ ഫ്രണ്ടോ കോവർക്കറോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ, ഈ ട്രീറ്റ് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റോ അങ്ങനെ ആയിരിക്കും. ഇനി മരിച്ച് പോയി കഴിഞ്ഞാൽ അവകാശികൾക്ക് കൊടുക്കാവുന്നതാണ്. അവകാശികൾ ഇല്ലെങ്കിൽ ഈ സംഭവം അറിഞ്ഞിട്ടുള്ള ആൾക്ക് അവകാശികളുടെ സമ്മതത്തോടുകൂടി പരാതി കൊടുക്കും. ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അത് എന്തോ ആവട്ടെ, അതെന്താണെന്നുള്ള പറയുന്നില്ല, അതും കൂടെ ഇതിനകത്ത് കവർ ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ എനി പേഴ്സൺ ഹു ഹാസ് നോളജ് ഓഫ് ദി ഇൻസിഡന്റ്, ഈ സംഭവം കാണുകയോ അല്ലെങ്കിൽ പറയുകയോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ പരാതിക്കാരുടെ സമ്മതത്തോടുകൂടി പരാതി കൊടുക്കും. അപ്പോൾ പരാതി കൊടുക്കാനുള്ള മീഡിയം അത്രയും വൈഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യും. പരസ്പരം വേറെ വല്ല കൈകാര്യം തീർക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് മെയിൻ പരാതിക്കാരി ആരാണോ അവരുടെ ഒരു റിട്ടേൺ കൺസെന്റോട് കൂടി ചെയ്യണം. അപ്പോൾ ഹൂ ക്യാൻ കംപ്ലൈന്റ് എന്നുള്ള ആസ്പെക്ട് നമ്മൾ കവർ ചെയ്യും. ഇനി നെക്സ്റ്റ്, ഈ കംപ്ലൈന്റിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത്, അതിൽ ഉണ്ടാകേണ്ട മെയിൻ കാര്യങ്ങൾ, ഈ എന്താണ് നടന്നിരിക്കുന്ന സംഭവം അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ടൈം, ഡേറ്റ്, എവിടെ വെച്ചാണ് നടന്നത്, പിന്നെ ആരാണ് ഇത് ചെയ്തത് നിങ്ങൾക്കെതിരെ, അയാളുടെ പേര്, പിന്നെ ഡെസിഗ്നേഷൻ. നിങ്ങൾ തമ്മിൽ വർക്കിൽ ഉള്ള റിലേഷൻഷിപ്പ് എഴുതണം. എന്താണ് ഡെസിഗ്നേഷൻ എന്നുള്ളത്. 18 ഇയേഴ്സിന്റെ അടിയിലുള്ള പെൺകുട്ടികൾക്ക് അല്ല, 18 ഇയേഴ്സ് അണ്ടറുള്ള കുട്ടികളെ ജോലിക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അവർക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഏത് അത് വരികയാണെങ്കിൽ അവർക്ക് പോലീസിൽ മറ്റേ പോക്സോ, അതാണ് അവരുടെ റോളി. അവർ ശരിക്കും ജോലിക്ക് എടുക്കാൻ പാടില്ല എന്നാണ്. അല്ല, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഈ ഹോസ്പിറ്റാലിറ്റി സെക്ഷനിൽ, ഞാൻ പേരുകൾ പറയുന്നില്ല, ഹോസ്പിറ്റാലിറ്റിയിൽ ഈ കുട്ടികൾ എടുക്കുമല്ലോ, നമ്മുടെ കോഴ്സിന്റെ പേര് കോമൺ ആയിട്ടുള്ള എയർ ഏവിയേഷന്റെ കോഴ്സ്, അതുപോലത്തെ കുറേ ഉണ്ടല്ലോ. അവർക്ക് ഇവരുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇവര് പല പല സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റാലിറ്റി പഠിപ്പിക്കാനായിട്ട് ട്രെയിനിങ് ആയിട്ട് വിടും കുട്ടികൾ. ജസ്റ്റ് 18 ആയിരിക്കുള്ളൂ അവരൊക്കെ. ചിലരൊക്കെ ഈ 10th കഴിഞ്ഞിട്ടൊക്കെ പോകുന്നവരുണ്ടാവും, ജസ്റ്റ് 18. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഇഷ്യൂ എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ 18 ആയിട്ട് 2 മാസം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ അമ്മേനെയും കൂടി ഇരുത്തി പ്രൊസീഡിങ്സിന് മൊത്തത്തിൽ. കുട്ടിയും കുറച്ച് അത്ര ഒരു ഇതായിട്ടുള്ള കുട്ടിയായിരുന്നില്ല, എന്താ പറയുക, ഒരു ബോധമുള്ള ഒരു കുട്ടിയായിരുന്നില്ല. അല്ലാണ്ടുള്ളത് വരില്ല സുമി, ബിക്കോസ് അണ്ടർ 18 അവർ എടുക്കാൻ പാടില്ല എന്ന് ചോദിക്കും. അത് വേറൊരു അങ്ങനെ ഉണ്ടായാൽ തന്നെ കമ്പനിക്ക് വേറെ ഇല്ലല്ലോ. അവർക്ക് ആ പോക്സോ തന്നെയാണ്, ചൈൽഡ്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവർക്ക് അതാണുള്ളത്. കാക്കനാടുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പോൾ ഈ നിങ്ങളുടെ കംപ്ലൈന്റിൽ വ്യക്തമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ഇൻസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്യണം, ഡേറ്റ്, ടൈം, ആരാണോ വ്യക്തി, അയാളുടെ പേര്, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വർക്കിലുള്ള റിലേഷൻഷിപ്പ്, എന്താണ് പോസ്റ്റ്, കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പരാതി എപ്പോഴും കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓഫീസിലൊരു ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാവും. അവിടെയാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്.
ഇപ്പോൾ ഈ പരാതി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദി എനി ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ്. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും, എങ്ങനെ എഴുതണം, എന്തൊക്കെ എഴുതണം എന്നുള്ളത്. പക്ഷെ റിട്ടൺ കംപ്ലൈൻറ്റ് ഈസ് എ മസ്റ്റ്. അത് എന്ത് തന്നെ ഓറലി പറഞ്ഞാലും നിങ്ങൾ കൈപ്പടയിൽ ഒരു പരാതി നിർബന്ധമായിട്ടും വേണം. അതായിരിക്കും ഇതിൻ്റെ ബേസ്. പിന്നെ നിങ്ങൾ ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ അടുത്ത് നിന്ന് കുറച്ച് അധികാരങ്ങളുണ്ട്. യു ഹാവ് സർട്ടൻ റൈറ്റ്സ് ആസ് എ കംപ്ലൈനന്റ്. അതിൽ ഒന്ന്, ആൻ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഫ്രം ദ കംപ്ലൈൻറ്റ് കമ്മിറ്റി സോ ദാറ്റ് ഷീ ക്യാൻ സ്റ്റേറ്റ് എ ഗ്രീവൻസ് ഇൻ എ ഫിയർലെസ് ആൻഡ് മാനർ. കംപ്ലൈൻറ്റ് കമ്മിറ്റി നിങ്ങളോട് വളരെ സഹതാപത്തോടെയും വളരെ ക്ഷമയോടുകൂടിയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എപ്പോഴും മടിയുണ്ടാവും ആൾക്കാർക്ക്. അപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് കംപ്ലൈൻറ്റ്സ് കമ്മിറ്റിയാണ്. അവർ അത്രയും പേഷ്യൻ്റ്ലി ആയിരിക്കണം നിങ്ങളെ കേൾക്കേണ്ടത്. പിന്നെ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതിയുടെ കോപ്പി നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ മറ്റേ ഭാഗത്തിന് കൊടുക്കും. നിങ്ങൾ ആർക്കെതിരെയാണോ, ഇപ്പൊ എക്സ് എന്നുള്ള വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഇതിന്റെ കോപ്പി എല്ലാം കൊടുക്കും. അപ്പോൾ അതേപോലെ അയാൾക്ക് നിങ്ങളുടെ കംപ്ലൈന്റിന് റെസ്പോൺസ് തരാനുണ്ടാവും, മറുപടി തരാനുണ്ടാവും. ആ മറുപടിയുടെ കോപ്പി നിങ്ങൾക്ക് തന്നിരിക്കണം കംപ്ലൈന്റ് കമ്മിറ്റി. പക്ഷെ നിങ്ങൾക്ക് അറിയണമല്ലോ അയാളുടെ മറുപടി എന്താണ് എന്നുള്ളത് പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു റൈറ്റ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ ഐഡന്റിറ്റി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. അത് ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഐഡന്റിറ്റി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും. അതിന്റെ ഒരു പേപ്പറും പുറത്തേക്ക് പോകില്ല. നിങ്ങൾ ആരാണ് വ്യക്തി എന്നുള്ളത് പോലും പുറത്തേക്ക് വേറെ ആരുടെ കമ്മിറ്റിക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ. നമ്മൾ ലീവ് ചോദിച്ചിട്ട് ലീവ് തന്നില്ലെങ്കിൽ അതൊരു ഇതായിട്ട് ഒരു റീസണബിൾ റീസൺ ഉണ്ട്. അല്ല, ഈസ് ഇറ്റ് പാർട്ട് ഓഫ് ദിസ് തിങ്? ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണോ? No sexual harassment, you are just asking for the leave. പക്ഷേ ലീവ് അതല്ല, അത് ഡിഫറെന്റ് ഇതാണ്. ഇല്ല, അത് വരില്ല. ഇറ്റ് ഷുഡ് ബി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വാൻസ് നടത്തിയിട്ടുണ്ടാവണം. You must have അത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവണം. യു ഹാവ് ബീൻ സെക്ഷലി ഹാരസ്ഡ് ആസ് എ റിസൾട്ട് ദാറ്റ് യു റിജക്റ്റഡ് ഹിസ് പ്രപ്പോസൽ, റിജക്റ്റഡ് ഹിസ് സെക്ഷൽ അഡ്വാൻസസ്. ദാറ്റ് ഇസ് വൈ ഹി ഈസ് ടേക്കിംഗ് റിവെഞ്ച് ഓൺ യു ബൈ ഡിനൈങ് യു ലീവ്. ആ ഒരു ലൈൻ. അല്ലാതെ നിങ്ങൾക്ക് ലീവ് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ, അതിന് വേറെ ഡിസ്പ്യൂട്ട് അങ്ങനെയുള്ള അതിന് ഡിഫറെന്റ് റെമഡിയാണ്. പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇത് പെണ്ണുങ്ങളും പറഞ്ഞ് ദുരുപയോഗിക്കുന്നുണ്ടേ. ഞാൻ ഒരു 7-8 നടത്തിയതിൽ ഒരെണ്ണം മാത്രമേ ജെന്യൂനായിട്ട് ഞാൻ കണ്ടു. ബാക്കി എല്ലാം തരികിടകളായിരുന്നു. നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഒരു ലാസ്റ്റ് ഇൻസിഡന്റ് നടന്നിട്ട് 3 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കും. ലാസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയാൻ ചിലതിങ്ങനെ കണ്ടിന്യൂസ് ആയിപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നിൽ നിൽക്കില്ലല്ലോ, മനസ്സിലായില്ലേ? ഒന്നും ഉണ്ടാവും. അല്ലെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ചെയ്ത് ഒരു 3 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഫർദർ 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം കമ്മിറ്റിക്ക്, പ്രൊവൈഡഡ് അതിന് റീസൺ ഉണ്ടാവണം. ചുമ്മാ റീസൺ ആയിരിക്കരുത്, അതിനൊരു വ്യക്തമായ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണമാണ് എനിക്ക് 6 മാസം ഡിലേ വന്നതെന്നുള്ളത് കമ്മിറ്റിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് period can be extended up to 6 months. Otherwise, the limitation is 3 months. Okay. പിന്നെ നിങ്ങൾ ഈ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ഉള്ളൊരു പ്രോസസ്സ് ഒരു കൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇൻഫോർമൽ ആയിട്ട് ഇത് തീർക്കാൻ പറ്റുമോ? അതിലും നിങ്ങൾക്ക് ലേഡീസിന് ഒരു പ്രൊറോഗേറ്റീവ് ഉണ്ട്. ദാറ്റ് ഈസ് നിങ്ങളും കൂടെ സമ്മതിച്ചാൽ മാത്രമേ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ടു
no monetary settlement can take place during such conciliation. അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഒരു കച്ചവടമായിട്ട് എടുക്കും, വെറുതെ എന്നെ തോണ്ടാൻ പോയി, എന്നെ ഒന്നിങ്ങനെ നോക്കി അതൊരു സെറ്റിൽമെന്റ് ആകുമ്പോൾ പൈസ മേടിക്കും, അങ്ങനെയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ചുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടത് മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് കൺസിലേഷൻ്റെ സമയത്ത് മോണിറ്ററി ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റും നടക്കില്ല. അതല്ലാണ്ട് ചിലപ്പോൾ ഒരു സോറി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പരസ്പരം അത് പറഞ്ഞു തീർത്തു, അങ്ങനെയുള്ളത് നടക്കും. അത് അങ്ങനെ നടന്നാലും ദോ ഇറ്റ് ഈസ് ടേംഡ് ആസ് കൺസിലേഷൻ, ഇറ്റ് ഷുഡ് ബി പുട്ട് ഇൻ റെക്കോർഡ്. ഇങ്ങനൊരു കംപ്ലൈന്റ് തന്നു, ഇങ്ങനൊരു കൺസിലേഷൻ വിളിപ്പിച്ചു കമ്മിറ്റി, അപ്പോൾ ഇന്ന ആൾ എന്നത് പറഞ്ഞു, മറ്റേ റെസ്പോണ്ടന്റ് എന്നത് പറഞ്ഞു, പക്ഷെ രണ്ടുപേരും തീർക്കാൻ സമ്മതമാണ്, ഇന്ന രീതിയിൽ തീർത്തു. അത് എഴുതി രണ്ടു കൂട്ടരെ കൊണ്ട് ഒപ്പിടിച്ച് മെമ്പേഴ്സ് ഒപ്പിട്ടിട്ട് കോപ്പിയും രണ്ടുപേർക്കും കൈമാറും. ഇറ്റ് വിൽ ബി ഓൺ റെക്കോർഡ്, അല്ലാതെ വെറുതെ പറഞ്ഞൊരു ഷെയ്ക്കൻ്റെ കൊടുത്ത് വിടലല്ല, ഇറ്റ് വിൽ ബി ഇൻ റെക്കോർഡ്. ആൻഡ് ഈ റിപ്പോർട്ട് ഇന്റർനെറ്റിൽ ഗോ ടു ദ എംപ്ലോയർ ഓൾസോ. അതും ഈ കൺസിലേഷൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പിന്നെ സ്ട്രെയിറ്റ് എൻക്വയറിയിലേക്ക് പോകുള്ളൂ. ഇറ്റ് ഈസ് യുവർ പ്രൊറോഗേറ്റീവ്. നിങ്ങളുടെ സമ്മതമില്ലാതെ വെറുതെ നിർബന്ധമായിട്ടൊരു കൺസിലേഷൻ വെക്കാൻ പറ്റില്ല. ഇനി ഈ കൺസിലേഷൻ കൂടാതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിവിടെ നടന്നോട്ടെ, കമ്മിറ്റി ചെയ്യാനുള്ളത് ചെയ്തോട്ടെ, ബട്ട് ഐ വോണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് എനിക്ക് FIR പോകണം, പോലീസിലേക്ക് പോകണം, ഇയാൾക്കെതിരെ കൊടുക്കണം എന്ന് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ company is bound to help you out in approaching the police. അതിന് വേണ്ട ഹെൽപ്പ്, വേണ്ട സാഹചര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ പോലീസിൻ്റെ അടുത്തുള്ള അത് ഒന്ന് നടക്കും. ഇവിടെ ഓഫീസിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ എൻക്വയറി വേറെ നടക്കും. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് കമ്പനിയുടെ അകത്ത് മാത്രമാണ് നേരത്തെ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തത്. ഡ്യൂറിംഗ് ടു ദ ഓഫീസ് അല്ലെങ്കിൽ അതെല്ലാം വർക്ക് പ്ലേസ് ആയിട്ട്. ഈവൻ ഇപ്പൊ ചിലത് ഇപ്പൊ ഒരു ആണ് എന്നുള്ള ലേഡി, ഒരു എക്സ് എന്നുള്ളൊരാണ് ജോലി ഇല്ലാത്തപ്പോ സൺഡേസ് ആയാലും അവരുടെ വീടിന്റെ പരിസരത്ത് പോയി. ഈ കമ്പനിയുടെ വർക്കിനുള്ള ആളാണെന്നുണ്ടോ കംപ്ലൈന്റ് കൊടുക്കാൻ? അത് വേറെ പുറത്തുള്ള ആളാണെങ്കിൽ കമ്പനി അതിന് കമ്പനിയിലുള്ള കമ്മിറ്റി അതിന് ടേക്ക് കെയർ ചെയ്യും. അത് പറ്റില്ല. അത് അയാള് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയാണ്. മനസ്സിലായി? അയാളിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നു, അയാൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും കൊടുക്കാം, ബട്ട് ഇന്റേണൽ കമ്മിറ്റി മേ റെഫർ ടു അവിടെ അയാൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടേക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ നടത്താം. അതൊക്കെ ആ ഒരു രണ്ട് കമ്പനീസും തമ്മിലുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും. ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്രോച്ച് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വന്നിരിക്കുന്നതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലുള്ള കമ്മിറ്റിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാം. ഈവൻ ഞാനിപ്പോൾ പറയാൻ വന്ന എക്സാമ്പിൾ, ഈവൻ ഇൻ കേസസ് വെയർ ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് സൺഡേസ് ലേഡി താമസിക്കുന്ന എന്നുള്ള ലേഡി താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് എക്സ് പോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതും വരും എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. ബിക്കോസ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇവരവർ അറിയാനും പരസ്പരം ഇന്നടുത്ത് താമസിക്കണമെന്ന് അറിയാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. അത് വെച്ച് നോക്കിയിട്ട് അതുവരെ വരും എന്നുള്ളതാണ് ഒരു കേസിൽ ഉണ്ടായത്. ഞാൻ ഒരു സീരീസ് റീസെന്റ് കണ്ടു. അതിനകത്ത് അവര് ഒരു സീരീസിൽ ഒരു TV പ്രോഗ്രാമിൽ കണ്ടതാണ്. അവര് പുറത്ത് ഈ ഫ്രഷേഴ്സ് ഡേ അങ്ങനെ എന്തോ വെച്ചിട്ട് അവിടെ സെക്ഷലി ഹരാസ്ഡ് ആവുന്നു. അപ്പൊ അത് വർക്ക് പ്ലേസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ആവുന്നുള്ളതാണല്ലോ. എല്ലാരും എംപ്ലോയീസ് അല്ലേ? അതെ. ഇപ്പൊ ഒഫീഷ്യൽ അല്ലെങ്കിലും ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ ഇപ്പൊ സൈറ്റ് ചെയ്ത എക്സാമ്പിൾ ഞാൻ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഇത് വരില്ലേ? ബിക്കോസ് നിങ്ങൾ പരിചയപ്പെടാണ്ടുണ്ടായ സാഹചര്യം വർക്ക് പ്ലേസിൽ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടല്ലേ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴുള്ള ഓരോ ലൈഫിൽ വരുന്ന ചേഞ്ച് കൊണ്ടും ഇതിൽ കുറെ ചേഞ്ചുകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോ കംപ്ലൈന്റ് പിന്നെ ഈ നമ്മുടെ എൻക്വയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൺസിലേഷൻ വരെ എത്തി, കൺസിലേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൺസിലേഷൻ ഫെയിൽഡായി, ദെൻ എൻക്വയറിയുടെ പ്രോസസ്സ് തുടങ്ങണം കമ്മിറ്റിയുടെ മുന്നിൽ. അപ്പോൾ
ചില കേസുകളിൽ വേണമെങ്കിൽ അഗ്രീഡ് വിമൻ സമ്മതിക്കുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് സെഷൻ വെക്കും. അത് അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും. ഒരു അഗ്രീഡ് വിമനെ കേൾക്കും, ആദ്യം അവരുടെ ഭാഗത്തു നിന്നുള്ള എവിഡൻസ് നോക്കും, ഡോക്യുമെന്ററി, പിന്നെ വല്ല മെസ്സേജിന്റെ വല്ല കോപ്പികളോ CD-യോ അല്ലെങ്കിൽ CCTV ഫുട്ടേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒറ്റയ്ക്ക് മറ്റേ റെസ്പോണ്ടന്റ് ആരാണോ നിങ്ങളെ ഹാരസ് ചെയ്തത് ആ വ്യക്തിനെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഫേസ് ടു ഫേസ് വെച്ചാലേ നമുക്ക് ചില കാര്യങ്ങൾ കമ്മിറ്റിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് വെക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാണ് ഫേസ് ടു ഫേസ് എനിക്ക് വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യും. പിന്നെ ഇത് നടക്കുകയും നിങ്ങൾക്ക് ചിലപ്പോൾ കൗൺസിലിംഗ് വേണമെന്ന്, യു ബി മെന്റലി ട്രോമറ്റൈസ്, നിങ്ങൾ കൗൺസിലിംഗിന് റെഫർ ചെയ്യാം. കമ്പനിയുടെ എക്സ്പെൻസസിന് നിങ്ങളെ കൗൺസിലിംഗിന് വിടും. പിന്നെ ഈ ആരാണോ നിങ്ങളെ ഹാരസ് ചെയ്ത ആ വ്യക്തിയുടെ സമീപത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അയാളെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ കമ്പനി സ്വമേധയാ ചെയ്യും, ഇല്ലെങ്കിൽ യു ക്യാൻ റിക്വസ്റ്റ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ലീവ് ചോദിക്കാം. ആ ലീവ് നിങ്ങൾക്ക് സാധാരണയുള്ള ലീവായിട്ട് കമ്പയർ അല്ല, ഇത് വേറെ ലീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിന്നെ ഇതിലെ പ്രൂഫ് നിങ്ങൾ ചോദിച്ചല്ലോ, അവർക്ക് അതായിരിക്കും ഇൻട്രസ്റ്റ്. പ്രൂഫ് എന്നുള്ളത് സാധാരണ ഒരു കേസ് നടത്തുമ്പോൾ നിങ്ങൾ സീരീസിലും പലതിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ഇപ്പൊ ദൃശ്യത്തിലെ ഒക്കെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടേക്കണം. പക്ഷെ ഈ ഒരു സെക്ഷൽ ഹാരസ്മെന്റ് എനാക്ട്മെന്റിൽ എവിഡൻസ് എന്നുള്ളത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട. കുറെ സാഹചര്യങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ കമ്മിറ്റിക്ക് റൈറ്റ് ഉണ്ട്. അതിന് കമ്മിറ്റിക്ക് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കും. ഇപ്പോൾ എ എന്നുള്ളൊരു വ്യക്തിയാണ് ഇത് അനുഭവിച്ചെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ക്യാബിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞേക്കുന്ന കാര്യമായിരിക്കും ബോസ് വളരെ മോശമായിട്ട്. അതിന് എവിഡൻസ് ഇല്ല. എപ്പോഴും സെക്ഷൽ ഹാരസ്മെന്റ് നടക്കുന്നത് എപ്പോഴും പ്രൈവറ്റിലാണ്. ഇറ്റ് നെവർ ഹാപ്പൻസ് ഇൻ പബ്ലിക്. മനസ്സിലായില്ലേ? കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് എവിടെ ക്യാമറ ഉണ്ട് എവിടെ ക്യാമറയില്ല എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ക്യാബിനിൽ വിളിച്ച് പറഞ്ഞേക്കുന്ന ഇതാണെന്ന് പറഞ്ഞ് പരാതി തന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് പല പല മെക്കാനിസം കമ്മിറ്റിക്ക് ഉണ്ടാവും. ഇപ്പൊ എന്നുള്ള ലേഡി അടുത്താണ് ഈ റിമാർക്സ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, സെക്ഷൽ റിമാർക്സ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എയുടെ ഫ്രണ്ട്സ് ആരാണ്, ഈ ആരുടെ കൂടെയൊക്കെയാണ് കൂടുതൽ ഇടപഴകുന്നത്, ആരുടെ അടുത്താണ് കൂടുതൽ ഡൈവേർജ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ എന്താ പറയുക വളരെ ക്ലോസ്ലി സ്ക്രൂട്ടിനി ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവരോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങളോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ, പിന്നെ ഞങ്ങൾ സാഹചര്യം, പിന്നെ ഇവരുടെ നടപടി ഇവരെങ്ങനെയാണ് നടക്കുന്നത്, ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനുള്ള ഒരു വൈഡർ റൈറ്റ് അല്ലെങ്കിൽ വൈഡർ ആംഗിള് കമ്മിറ്റിക്ക് ഉണ്ട്. അത് എത്ര നിങ്ങളിപ്പോൾ ഷാർപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടാലും ഓരോ സിറ്റുവേഷൻസിൽ അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയല്ലേ ഞാനിപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് നീ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം എന്നുള്ളതൊക്കെ പറയും. പക്ഷെ കണ്ണത്തരം ചെയ്യുമ്പോൾ എപ്പോഴും എവിടെയെങ്കിലും ഒരു വീഴ്ച വരും. അത് നമ്മൾ പോലും അറിയില്ല. ആ വീഴ്ച കമ്മിറ്റിക്ക് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന്റെ സത്യത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഞങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. മറ്റു കേസിലൊക്കെ എവിഡൻസ് എന്താന്നുള്ളത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ്. ഇതിന് നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഒരു ഹോട്ടലിലെ ഒരു കേസിൽ ഞങ്ങൾക്ക് ആ കുട്ടി പറഞ്ഞത് ലിഫ്റ്റിന്റെ അകത്ത് ഇതില്ല, ക്യാമറ ഇല്ല, ലിഫ്റ്റിന്റെ അകത്ത് വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ഇങ്ങനെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് CCTV ഫുട്ടേജ് നോക്കി, ഈ കുട്ടി കയറുന്നത് കാണുന്നുണ്ട്, ഇയാളും കയറുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇയാള് രണ്ടുപേരും അറേഞ്ച് ചെയ്ത് കയറണ പോലെ ഞങ്ങൾക്ക് തോന്നി. ഇറങ്ങി പോകുമ്പോഴും കുട്ടിയുടെ റെസ്പോൺസ് വലിയ, ഇങ്ങനെ ചെയ്തെങ്കിൽ ഇറങ്ങി പോണ കുട്ടിയുടെ റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ, അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി കമ്മിറ്റി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കുട്ടിയുടെ ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ ആരൊക്കെ ഫ്രണ്ട്സ് എന്ന് വിചാരിച്ചപ്പോൾ 1-2 പേരുടെ പേര് പറഞ്ഞു. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരാളെ ഞങ്ങൾ വിളിച്ചു, അറിയാതെ തന്നെ റാൻഡമായിട്ട് വിളിച്ചു. ഞങ്ങൾ വേറെ ദിവസം അൺഒഫീഷ്യലി റാൻഡമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു ഈ കുട്ടീനെ ഇങ്ങനൊരു സംഭവം നടന്നു അറിയാമോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതിനു മുമ്പ് ഈ പയ്യൻ ഈ കുട്ടീൻ്റെ ഫോൺ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അത്
ഞാനൊരു ബ്രദർലി ഇതാണ്. അപ്പോൾ കോൺഫറൻസിൽ ഇട്ടേക്കായിരുന്നു. അവനറിയില്ലായിരുന്നു ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ളത്. അവൻ ഇങ്ങനെയൊക്കെയാണ് അവളോട് സംസാരിച്ചതെന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. ഈ കുട്ടീനോട് പറഞ്ഞില്ല, ഞങ്ങൾ അതിനോട് ചോദിക്കുന്നു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് വൈഡർ ഒരു അപ്രോച്ച് ഉണ്ട്. അത് ഓരോ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും. ഒരു കേസിൽ അടുത്ത അപ്രോച്ച് ആയിരിക്കില്ല, അടുത്തതിലായിരിക്കില്ല മറ്റേതിൽ. അത് ഓരോന്നിനും നമുക്ക് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരോട് സംസാരിക്കും. അത് ഒരു റൗണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, 2-3 റൗണ്ട് നമ്മൾ സംസാരിക്കും. അപ്പം നുണക്കഥയാണെങ്കിൽ കഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഇതുവരെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഇതിൻ്റെ പറഞ്ഞു. ചില പെണ്ണുങ്ങൾ ഇത് ദുരുപയോഗിക്കാറുണ്ട്. ഇനി പെണ്ണുങ്ങളല്ലെങ്കിൽ ആണുങ്ങൾ ഇവരെ കൊണ്ട് ദുരുപയോഗിക്കും. ഏതെങ്കിലും വേറൊരു മേൽക്കൊലീക്കിനടുത്ത് വേറൊരു മേൽക്കൊലീക്കിന് ദേഷ്യം ഉണ്ടെങ്കിൽ പെണ്ണ് വഴി അത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് പെണ്ണ്. ബിക്കോസ് ഈ എനാക്ട്മെന്റിൽ പനിഷ്മെന്റ് പ്രത്യേകം പറയുന്നുണ്ട്. കള്ളമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വേറൊരാളെ മലീഷ്യസ്ലി അയാളെ മനഃപൂർവ്വം തരം താത്താൻ വേണ്ടിയിട്ട് കള്ളമായിട്ട് അയാളുടെ പേരിൽ ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ കള്ള തെളിവുകൾ ഹാജരാക്കി, ഇപ്പം മോർഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഹാജരാക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപടി മുഴുവനും പരാതിക്കാരുടെ പേരിലാണ്. പിന്നെ പരാതിക്കാരി അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഇത് നല്ലൊരു ആയുധമാണ് പെണ്ണുങ്ങളുടെ കയ്യിൽ. പക്ഷെ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ബാക്ക്ഫയർ. പിന്നെ ഇതിന്റെ റിപ്പോർട്ടുകൾ, ഇതിന്റെ കംപ്ലൈന്റ് ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ റിപ്പോർട്ടോ ഇതിന്റെ ഡീറ്റെയിൽസോ പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. ഇന്റേണലി തന്നെ കമ്മിറ്റി അത് വളരെ സീക്രട്ടീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റിപ്പോർട്ടാണ്. 90 ഡേയ്സിനുള്ളിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. എൻക്വയറി എന്ന് പറയുന്നത് അത് നമ്മൾ കംപ്ലൈൻ്റ് എടുത്ത് സംസാരിക്കും, റെസ്പോണ്ടോട് സംസാരിക്കും. പിന്നെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. അത് നിങ്ങൾ അറിയാതെയോ റെസ്പോണ്ടന്റ് അറിയാതെയോ നമുക്ക് കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ അപ്പീൽ റെമഡി ഉണ്ട്. ഇഫ് സ്ത്രീക്ക് സാറ്റിസ്ഫൈഡ് അല്ല, റിപ്പോർട്ടിന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഷീ ക്യാൻ അപ്രോച്ച് ദി കോർട്ട്. അതിന് വേറെ അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട്. ആൻഡ് ദി റെസ്പോണ്ടന്റ് ഓൾസോ ഹി ക്യാൻ ഓൾസോ ഡെഫിനറ്റ്ലി അപ്രോച്ച്. എൻക്വയറി നടത്തിയത് ശരിയല്ല എന്നുള്ള യെസ്, അതൊരു കോർട്ട് പ്രോസസ് ആയിരിക്കും, കോടതിയിലേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ വരാറില്ല മേഡം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ തോപ്പിക്കാൻ ചോദിച്ചിട്ട് കാര്യമില്ല. യു ഗിവ് മി എ കേസ്. ഞാൻ അതാണ് ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഞങ്ങള് CCTV നോക്കിയിട്ട് പിടികിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ. ഡെഫിനറ്റ്ലി കേൾക്കാം. ബിക്കോസ് നമ്മൾ ഒരു ടോക്കല്ല നടത്തുന്നത്, സംസാരിക്കും. പിന്നെ നമ്മൾ പേഷ്യന്റ്ലിയാ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ പറഞ്ഞാലേ, ഞാൻ ബിക്കോസ് ഐ എം ഇൻ ദി ഫീൽഡ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ, ഞാൻ പറയാം, നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ട്. ആ എനർജിയോടുകൂടി നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇത് സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കണ്ടെത്തിക്കോളും. അത് വരും, നമ്മുടെ മുമ്പിൽ വരും. അത് ഇതിൽ ബേസിക്കലി അതാണ്. പിന്നെ എനിക്ക് വേറൊരു ബേസിക്കലി ലേഡീസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തന്നെ സ്വയം പ്രിവെന്റ് ചെയ്യാൻ നോക്കും. ബിക്കോസ് നമുക്ക് ലേഡീസിന് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. ഏതൊരാളും ഒരാണും ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അപ്പം മനസ്സിലാവും. ആണുങ്ങളുടെ കാര്യം എനിക്ക് അത്ര അറിഞ്ഞൂടാ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ മിക്ക ലേഡീസും ചെയ്യുന്നത് അത് എന്റർടൈൻ ചെയ്യും. എന്നിട്ട് അവനവന്റെ കയ്യിൽ നിന്ന് വിട്ടു പോണത് കാണുമ്പോഴാണ്
അവൻ അങ്ങനെയല്ല വിചാരിച്ചത്, ഇങ്ങനെയാ വിചാരിച്ചത്, അങ്ങനെയാ വിചാരിച്ചത്. ഒരു കാര്യം, ഇതൊക്കെ ചുമ്മാ നാടകം. ഞാനൊരു ലേഡിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയും. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് മിണ്ടുമ്പോൾ എന്തായിട്ട് മിണ്ടും, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കടക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു സിഗ്നൽ ഉള്ളിൽ നിന്ന് കിട്ടും. അത് കിട്ടി നമ്മൾ അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. ദേഷ്യപ്പെടേണ്ടിയൊന്നും വരില്ല. നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളത് വളരെ പൊളൈറ്റായിട്ട് നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഒക്കെ കാണിക്കാൻ പറ്റും. പിന്നെ അവനവന്റെ വ്യക്തിത്വം ഞാൻ എന്താന്നുള്ളത് സ്വയം അറിയും. ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഒന്ന് ബോസ് ഒന്ന് പൊക്കി, അല്ലെങ്കിൽ ഇവിടെ 4-5 ആണുങ്ങൾ പൊക്കിയാൽ പൊങ്ങാനായിട്ട് നിങ്ങളൊക്കെ അത്രയ്ക്ക് ഇതാണ്. നിങ്ങൾ രാവിലെ കണ്ടാണ്ട് നോക്കിയിട്ടല്ലേ വരുന്നത്. അവനവൻ എന്താന്നുള്ളത് ആദ്യം നമ്മൾ സ്വയം അറിയാം. വേറൊരാൾ പൊക്കിയിട്ട് പൊങ്ങാൻ നമ്മൾ നിൽക്കണ്ട. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, 1-2-3 പേര് പറയുമ്പോഴത്തേക്ക് അയ്യോ ഞാനിത് വെറുതെ ഇട്ടത് സർ, അറിഞ്ഞില്ല അപ്പത്തേക്ക് എങ്ങോട്ട് അവിടെ കിടന്നങ്ങോട്ട് ഒരു യെസ് സർ. പിന്നെ അങ്ങനെ അത് ശ്രദ്ധിക്കരുത്. അയാൾക്ക് അപ്പ സിഗ്നൽ കിട്ടും ഇത് ആള് വേറെയാണ്. നമ്മളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പോയി അവൻ. പിന്നെ അവിടെ ഇത് ഒന്നും കൂടെ ഒന്ന് നിനക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ ഇവിടെ നിന്നിട്ട് ഞാൻ ആശവാക്ക് ഞാൻ പറയണ്ടല്ലോ. അത് നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അവരുടെ ഒരു പൊക്കൽ കൊണ്ടിട്ട് പൊങ്ങേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ശക്തിയുണ്ട്, നിങ്ങൾ എന്താണെന്ന് അറിയാനുണ്ട്. അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അത് പല നിങ്ങളുടെ പല കമ്പനികൾക്ക് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടാവും. അതിൽ ആക്ഷൻസ് ഉണ്ടാവും. ഡിസിപ്ലിനറി ആയിട്ട് സെക്ഷൽ ഹാരസ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സെക്ഷൽ ഹാരസ്മെന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് അത് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞുവിടാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് പറയുന്നത് ആ ഒരു കംപ്ലൈന്റ് കൊടുക്കാനൊരു ലെവലിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ ആദ്യമേ ഡീൽ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അടിക്കാനും ചെപ്പയ്ക്ക് പൊട്ടിക്കാനും എല്ലാം ഞാൻ പറയണ പോലെ നിങ്ങൾ നിൽക്കേണ്ടിടത്ത് നിങ്ങൾ നിൽക്കുക. അത് ഓഫീസാണ്. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡ്രസ് സെൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓഫീസിൽ വരുമ്പോൾ ഓഫീസിൽ വരേണ്ട പോലെ വരും. നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന വിധത്തിൽ ഇത് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു, അച്ഛനെ പോലെ വിചാരിച്ചു, വേണ്ട. അച്ഛൻ അച്ഛൻ, ചേട്ടൻ ചേട്ടൻ, ഭർത്താവ് ഭർത്താവ്, അത് വീട്ടിലുണ്ട്. അത് തന്നെയാണ്. വേറെ ആർക്കും ആ സ്ഥാനം എടുക്കാൻ പറ്റില്ല. ഈ പോലെ ആകാൻ ആർക്കും പറ്റില്ല. ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയട്ടെ. ഐ ഡോണ്ട് നോ വെദർ എനിബഡി യു വിൽ എഗ്രി വിത്ത് മീ ഓർ നോട്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു. ഇതുവരെ കണ്ടതിന്റെ ഇൻസിഡൻസ് തോന്നിയേക്കുന്നത് അങ്ങനെയാണ്. കുറേയൊക്കെ ലേഡീസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7-8 നടത്തിയത് ഒരെണ്ണം മാത്രമേ എനിക്ക് ചെയ്തിട്ട് തോന്നുള്ളൂ. ബാക്കി എല്ലാ ലേഡീസിന്റെ സൈഡിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി. ഞാൻ അവരെ പേഴ്സണലി വിളിച്ചത് അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. മറ്റേ ആളുടെ മുമ്പിൽ ഞാൻ ചെയ്തില്ല. ബിക്കോസ് എത്രയും നമ്മൾ ലേഡീസ് അല്ലേ, അയാൾക്ക് പിന്നെ അത് കൊമ്പ് വെച്ച പോലെയോ. അതുകൊണ്ട് ഞാൻ പേഴ്സണലി അവരോട് വിളിച്ചോണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയായില്ല. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ഡൗട്ട്സ്? ഇതൊക്കെ കേട്ടിട്ട് അപ്പൊ പരാതി കൊടുക്കാല്ലേ, അങ്ങനെ ഒരു ഇത് വെക്കണ്ട കേട്ടോ. ഇതിലേക്ക് പോയില്ലെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് കമ്മിറ്റിയുടെ മുമ്പിലൊക്കെ പോയി കഴിഞ്ഞാലേ അവർ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുള്ളൂ. പക്ഷെ ഈ ഇൻസിഡന്റ് നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ അല്ല. ഈ 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പലർക്കും പറ്റണത് അതാണ്. അവരുടെ വിചാരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞതാണ്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് തുടങ്ങാൻ നിങ്ങളുടെ ജോലി. കമ്മിറ്റി സത്യം കണ്ടെത്താനായിട്ട് നിങ്ങളെയും ഗ്രില്ല് ചെയ്യും, അയാളെയും ഗ്രില്ല് ചെയ്യും, നിങ്ങൾ അറിയാതെ പലരെയും ഗ്രില്ല് ചെയ്യും. എങ്ങനെ പോയാലും സത്യം കണ്ടുപിടിക്കും. അതിനാണ് റിട്ടേൺ കംപ്ലൈന്റ് ചോദിക്കുന്നത്, പിന്നെ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഈ കോൺട്രഡിക്ഷൻസ് വരുമ്പോൾ പിന്നെ ഓവറോൾ പേഴ്സണാലിറ്റി ഞങ്ങൾ അസസ് ചെയ്യും. വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ?
മാരീഡ് വുമൻ നിർബന്ധിക്കുകയാണ് എനിക്ക് പോലീസിൽ പരാതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള അതായിരുന്നു യൂഷ്വലി അത്രയും ഇതായിട്ടുള്ളതൊന്നും ഇവിടെയൊക്കെ വരാറില്ല. എല്ലാം ഇങ്ങനെ വളഞ്ഞ വഴിയേ ഉണ്ടാവുള്ളൂ, മനസ്സിലായാലും. ഇപ്പോൾ റേപ്പ് പോലെയൊക്കെ നടന്നെങ്കിൽ ഡെഫിനറ്റ്ലി പോലീസിൽ അല്ലാതെ തന്നെ ഓഫീസിൽ വന്നിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. അത് ഇൻസിസ്റ്റ് ചെയ്യാതെ എവിടെയൊന്നും പറയണേ പോലീസിന് പരാതി കൊടുക്കണം. പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനും വലിയ തലവേദന. കമ്മിറ്റിയുടെ മുമ്പിൽ നിങ്ങളുടെ ഓഫീസിലിരുന്ന് സംസാരിച്ചാൽ മതി ഇതുപോലെ അറ്റ്മോസ്ഫിയറിൽ. പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് നിങ്ങളിതൊക്കെ വിവരിക്കേണ്ടി വരും. ഞാൻ പേടിപ്പിക്കുന്നതും അല്ല കേട്ടോ, ഞാൻ അവളുടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എപ്പോഴും അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. മാഡം പറഞ്ഞില്ലേ 7-8 കേസിൽ ജെന്യുവൻ ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ബാക്കി കേസസ് എങ്ങനെയാ ഫോർമലി ക്ലോസ് ചെയ്യാതെ അത് ഒഫീഷ്യലി അത് ക്ലോസ് ചെയ്യണ്ടേ? ഇല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഹൈലൈറ്റ് ചെയ്തത്. അത് കൊടുത്ത് പണിഷ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ആസ്പെക്ട് മനസ്സിലായോ? She could have avoided it if she had behaved ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോപ്പർലി ഡിഗ്നിഫൈഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. മനസ്സിലായോ? She also enjoyed some of his sexual remarks. She was also a part of that. At some stage എന്തോ ഉണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ എടുത്തിട്ടതാണ്. ഞാൻ പച്ചയ്ക്ക് പറയാണ്. മനസ്സിലായോ? കുറെ കേസസ് അങ്ങനെ നടക്കുന്നുണ്ട്. രണ്ടുപേരും എൻജോയ് ചെയ്യുമല്ല, ഒരു സ്റ്റേജ് എത്തുമ്പോൾ വഴക്കാവും എന്തെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പൊ പിന്നെ പെണ്ണ് വേഗം പേടിച്ചിട്ട് വീട്ടിലൊക്കെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ഇങ്ങോട്ട് ഇത് ചെയ്തു എന്നുള്ളത് വേഗം അവിടെ ആദ്യം പറയും. പക്ഷെ ഞങ്ങൾ അതിലേക്ക് കമ്മിറ്റി ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് പണിഷ്മെന്റ് കിട്ടും. ജെന്യുവനി അല്ലാണ്ട് കേസ് കൊടുത്ത പണിഷ്മെന്റ്, അതിന് ഉള്ള പ്രൂഫുകൾ ഉണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും. പക്ഷെ മറ്റവരുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ഇതിനകത്ത് വാർണിംഗ് എടുക്കും. അപ്പൊ ഒരു കേസിൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരുന്നു. അതായത് ഷീ ഡസ് നോട്ട് നോ ഹൗ ടു ബിഹേവ് ഇൻ എ ഓഫീസ് പ്രോപ്പർലി, സോ ഷീ നീഡ്സ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൗൺസിലിങ്ങിന് റെഫർ ചെയ്തു. ഒരു എറ്റിക്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് HR-നോട് ഞങ്ങൾ റെഫർ ചെയ്തു. ഞാൻ എക്സ്റ്റേണൽ മെമ്പർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ എങ്ങനെ ഇതിനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഒരു ലക്ഷ്മി ശാന്തി പറയുന്നത്. ഒരു ഫോർമാലിറ്റി വേണം. നമ്മളെല്ലാം ഒരു ഇതല്ലേ ഫോർമാലിറ്റി. ആക്ച്വലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം പ്രിവെന്റ് ചെയ്യുക. പ്രിവെന്റ് ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ കുറച്ച് കേസസ് മാനേജ് ചെയ്തിട്ടുണ്ടോന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് നമ്മൾ അടക്കി വെക്കരുത്, പേടിച്ചടക്കി വെക്കരുത്. കാരണം ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്താൽ ദിസ് വിൽ ബി ഹാർംഫുൾ ടു മീ ഇൻ ദ ഓഫീസ് ലെവൽ ഓർ പേഴ്സണൽ ലെവൽ. ഇപ്പം നമ്മളിത് കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിൽ ചെല്ലുമ്പോൾ ഹസ്ബൻഡ് വഴക്ക് പറയുക, അല്ലെങ്കിൽ അച്ഛൻ അമ്മ നീ എന്തിനാ ഇത് കുത്തിപ്പൊക്കി, നിനക്ക് ഭാവിയിൽ പ്രശ്നമാണ്, അങ്ങനെ ഒരു മെന്റാലിറ്റി ഒരിക്കലും വെച്ചുകൊണ്ട് നടക്കില്ല. കാരണം നമ്മളെ അത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. സോ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. കമ്മിറ്റി ഉണ്ട്, ഓഫീസിൽ കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരുണ്ട്. അപ്പം ശരിക്കും ജെനുവൻലി ഇഫ് യു ആർ അഫക്റ്റഡ് യു പീപ്പിൾ ഹാവ് ടു കം ഔട്ട്. അതാ ഒരു പ്രശ്നവും വരത്തില്ല. അത് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളും കൂടെ അല്ലാണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളും കൂടെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും പറയാനുള്ളത് ഓഫീസിൽ പെൺകുട്ടികൾ കരയുന്നതിനെ കുറിച്ച്. കരയുന്നത് എപ്പോഴും ആണുങ്ങൾ അത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പെണ്ണുങ്ങൾ കരയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന 1-2 പേർക്ക് അറിയാം.
അപ്പോൾ അതെല്ലാം അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക, അത് മാറ്റുക. ഇങ്ങനത്തെ സെക്ഷൽ ഹറാസ്മെന്റിലൂടെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പുറത്തെടുത്തിട്ട് അതിനെ ചെയ്യണം. ഇത്രയും നേരം എല്ലാവരും കേട്ട് മനസ്സിലാക്കിയതിനും എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ഇത് ഓർഗനൈസ് ചെയ്ത HR ഡിപ്പാർട്ട്മെന്റ്. ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഡത്തിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെ പിന്നീടായി മാഡം കമ്മിറ്റിയിൽ ഉണ്ടോ? വരല്ലേന്ന് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ഇത് ഡീൽ ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ടർമോയില, ഞങ്ങൾക്ക് മെന്റൽ ടർമോയില. ഇതിന്റെ സത്യത്തിലേക്ക് കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ഒരു സ്ട്രെയിൻ പിടിച്ചൊരിതാണ്. ഇപ്പൊ സാധാരണയുള്ള എവിഡൻസ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കാണെങ്കിൽ സത്യം കണ്ടെത്തിയാലേ ഞങ്ങൾക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ കേരളത്തിൽ വി ആർ ഓൾ എഡ്യൂക്കേറ്റഡ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളുടെ പരിധിയിൽ നിൽക്കുക, നിങ്ങളുടെ വർക്ക് നന്നായിട്ട് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക, ഫ്രണ്ട്ഷിപ്സിനൊക്കെ നിങ്ങളുടേതായ ലിമിറ്റ്സ് വയ്ക്കുക. പിന്നെ കരയുന്നത് വേണം പറഞ്ഞത് വളരെ കറക്റ്റ്. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ പോയിക്കോ, കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു, പെട്ടെന്ന് കണ്ണിൽ എന്തോ പോയി. ജെൻസ് അറിയുകയേ ചെയ്യില്ല, അവര് വഴക്ക് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞു. ഈവൻ വീട്ടിൽ കൂടെ ഞാൻ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഒത്തിരി കപ്പാസിറ്റി ഉണ്ട്. ബീങ് എ ലേഡി കപ്പാസിറ്റി. അതിനെ അതിൻ്റെതായ മെസ്സേജസ് നിങ്ങളുടെ ജോലിയുടെ ഇതനുസരിച്ച് മെസ്സേജസ് ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യുക. അത് ആദ്യമേ നിങ്ങൾ ആ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് അയക്കില്ല മെസ്സേജ്. നിങ്ങൾ ഡോക്ടർമാരൊന്നും ഇല്ലല്ലോ, അത് ആലോചിക്കുക. കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആ പേഷ്യൻ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഏത് സമയത്ത് ഫോൺ എടുക്കണമെന്നല്ലോ. അപ്പോൾ അതിനൊക്കെ നിങ്ങളൊരു ടൈം വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഇവർ തുടങ്ങുന്നതേ. ഓൾ ടൈമിൽ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ മെസ്സേജ് ഇടും, നിങ്ങളുടെ റെസ്പോൺസ് നോക്കും, പിന്നെ 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 ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലാവും. എവിടെ പഠിച്ചത്? ഫേസ് ഇസ് വെരി ഫേമസ്.